ഹായ് ഗായ്സ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ ഭരണി ആഘോഷം എന്ന് പറയുന്നത് ഭയങ്കര ക്യാമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്സവമാണത്. അപ്പോൾ 4-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അതിന് ഒരാഴ്ച മുന്നേ തന്നെ വൃത്തിയാക്കൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പിന്നെ നമ്മൾ ജോലിക്കുള്ള സ്ഥിതിക്ക് അങ്ങനെ അത്ര ടഫ് പരിപാടികളും ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഭരണിക്കായിട്ട് സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രീതിയിലും ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഒതുക്കൽ കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നൈറ്റാണ്. അപ്പോൾ ഇന്നും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം ഒഴിവുള്ളൂ. പിന്നെ നമുക്ക് ഭരണിക്ക് ലീവ് എടുക്കേണ്ടി വരും. ഭരണി പഞ്ഞമന. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഇതൊരു കുട്ടി ഒപ്പണെങ്കിൽ ഒന്നും പറ്റില്ല. ഇതൊരു കുട്ടി അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകേണ്ട ഒരു സമയമുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷെൽഫുകൾ, തുണി വെച്ച ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര അലങ്കോലമായിട്ടിരിക്കുകയാണ്. അത് എപ്പോഴും ഒരു റെഗുലറായിട്ട് വൃത്തിയാക്കി വെച്ചാൽ അത് അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും സമയം കിട്ടില്ല. അപ്പോൾ എന്തായാലും ഭരണിക്കല്ലേ, അപ്പോൾ ഷെൽഫുകൾ തുണികളൊക്കെ മടക്കി ഒന്ന് കറക്റ്റാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ള മറ്റു ഷെൽഫ്സ് കാര്യങ്ങളൊക്കെ പൊടി തട്ടി ഒന്നുകൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി അവിടെ എന്തോ കുറുമ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇത് ചേട്ടൻ്റെ ഷെൽഫ്. ഇത് നമുക്ക് എന്താ പറയുക, ഇവിടെ ഏറ്റവും ആക്സസിബിളായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിയിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം ചേട്ടൻ്റെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സും എല്ലാം കൂടിയിട്ട് ഒരു മിക്സറാണ്. ഇത് എൻ്റെ ഡ്രസ്സുകളാണ്. ഇതുപോലെ തന്നെ നമ്മൾ എത്ര അടക്കി വെച്ചാലും എവിടേക്കെങ്കിലും നമ്മൾ ധൃതിയിൽ പോകുമ്പോൾ വലിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി അവിടെ നിന്ന് വീഴും. ഇത് അങ്ങനെ ഇതൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഷെൽഫായ കാരണം അത് ഇരിക്കില്ല. അട്ടി വെച്ചാലും ഒന്നെടുത്താൽ എല്ലാം കൂടി വീഴും. അപ്പോൾ അത് കാരണം നമ്മൾ എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചാലും ഈ സാധനം ഇങ്ങനെ വീഴും. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡ്രസ്സൊക്കെ ആദ്യം എല്ലായിടത്തും പുറത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ചേട്ടന് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ചേട്ടന് വേറൊരു സെപ്പറേറ്റ് അലമാരൊന്നുമില്ല. ചേട്ടനെ നിത്തിയിടുന്നതും അതുപോലെ പുറത്ത് പോകാൻ വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇതിൽ തന്നെയാണ് വയ്ക്കുക. അപ്പോൾ അത് കാരണം തന്നെ എല്ലാം അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ. ചേട്ടനാണെങ്കിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാലും എല്ലാം മറിഞ്ഞ് വീണാലും അത് തിരിച്ച് വയ്ക്കൊന്നുമില്ല. പിന്നെ ഈ ഷെൽഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 അറേ ഉള്ളൂ. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാലും അത് ഒരു ഡ്രസ്സ് എടുത്ത വേഗം മറിഞ്ഞ് വീഴുകയും ചെയ്യും കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ താഴത്തെ റൂമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ തന്നെയാണ് എല്ലാ ഡ്രസ്സും വയ്ക്കുക കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ മേലെ എൻ്റെ അൽമാരിൽ വയ്ക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടി മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പാൻസ് അങ്ങനെ അധികം ഇടാത്തതൊക്കെ പെട്ടെന്ന് എടുക്കാത്തതൊക്കെ ഞാൻ മേലേക്കായിട്ട് വെച്ചു. കുറച്ച് ടാസ്ക്കാണ് മേലെ വെക്കുന്നത്, കുറച്ച് ഹൈറ്റിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ അത് പറഞ്ഞ പോലെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുന്നില്ല, വലിച്ചിതിപ്പോൾ നശിപ്പിക്കാനുള്ളതാണ്. എന്നാൽ നമുക്ക് ഒരു അടക്കിപ്പറക്കുള്ള ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ ടീഷർട്ട്സുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പോൾ മടക്കി വയ്ക്കുന്നത്. അപ്പോൾ ടീഷർട്ട്സൊക്കെ ഓരോന്നോരോന്ന് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഭരണിയിട്ട് അൽമരയൊക്കെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞൊരു വാക്കാണ് കേട്ടോ. അതായത് ഈ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇവരൊക്കെ അലമാര തുറന്ന് നോക്കുമെന്നാണ് ചോദിച്ചത്. സംഭവം സത്യമാണ്. പക്ഷേ അതിൻ്റെ പേരിലെങ്കിൽ ഇതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ വേറെ ആരും ഒന്ന് നോക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ധ്രുവക്കുട്ടി അച്ഛനമ്മയുടെ റൂമിലാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രിയാകുമ്പോൾ കുറച്ച് നേരം അവരുടെ ഒപ്പം പോയിട്ട് കളിക്കും. അപ്പോൾ ഞാൻ ടീഷർട്ട്സൊക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത് സെറ്റ് ചെയ്തു. പിന്നെ അധികം യൂസ് ചെയ്യാത്തൊക്കെ ഒരു സൈഡിൽ വെച്ചു കേട്ടോ. ചേട്ടൻ ഷർട്ട്സ് ഇപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മിക്കവാറും ഇതുപോലെ ടീഷർട്ട്സാണ് യൂസ് ചെയ്യുന്നത്. ഷർട്ട് ആൾക്ക് ഇപ്പോൾ അത്ര താല്പര്യമില്ല. അപ്പോൾ ഉള്ള ഷർട്ട്സൊക്കെ മാറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ ഫുള്ള് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇതാണെങ്കിൽ അധികം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. മറ്റാണെങ്കിൽ തേച്ചിട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഒരാൾക്ക് ഇപ്പോൾ കംഫർട്ട് ഇതാകാനും ഫുള്ള് ടീഷർട്ട്സുകളാണ് ഇടുന്നത് കേട്ടോ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ടീഷർട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ടീഷർട്ട്സൊക്കെ മടക്കി കുട്ടി വെച്ചു. അതിൽ കൂടുതലുള്ളതും വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. ആൾക്ക് വൈറ്റ് ടീഷർട്ട്സ് ഇഷ്ടം. അപ്പം നമ്മളെവിടെ പോയാലും വൈറ്റ് തന്നെയാണ് കേട്ടോ ആളെ സെലക്ട് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒതുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടി ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണ്. അപ്പോൾ ചേട്ടനാണെങ്കിലും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ അവിടെ ടർഫിൽ കളിക്കാൻ പോകും. ഇപ്പോൾ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തന്നെക്കായി സ്ഥിതിക്ക് ആ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഒതുക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഓക്കെ
അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇതുപോലെ എനിക്ക് മേലെയുണ്ട് താഴത്തുണ്ട്. താഴത്ത് ഞാൻ നിൽക്കുന്ന ഡ്രസ്സാണ് വെക്കാറ്. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകണ കാരണം അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സുകളും താഴ്ത്തു കൊണ്ട് വയ്ക്കും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആവും. പിന്നെ പെട്ടെന്ന് എടുക്കുമ്പോൾ പോണ സമയത്ത് പെട്ടെന്ന് എടുക്കുമ്പോൾ അത് അലങ്കോലമാവും. പക്ഷെ അത് തിരിച്ച് വയ്ക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ മേലേക്കായിട്ട് വെച്ചു, ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ മേലെ അലമാരയിൽ വയ്ക്കാനുള്ള കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മടക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ സമയമില്ലാത്ത കാരണമാണ് ഇതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഈ ഷെൽഫ് ഇങ്ങനെ ആയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡ്രസ്സുകൾ വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനും മടക്കി വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ മീഡിയം ടീഷർട്ട്സൊക്കെയാണ് ഇടാറ്. അപ്പോൾ ടീഷർട്ട്സൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ കുറേ കാലമായി വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ചില നല്ല ഡ്രസ്സുകളൊക്കെ താഴ്ത്തി വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എങ്ങനെ പുറത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മേലെ പോകുന്നത് ഇത്തിരി ടാസ്ക് ആയത് കാരണം ഞാൻ കുറച്ച് നല്ല ഡ്രസ്സ് താഴെ തന്നെ വെച്ചു. അപ്പോൾ എൻ്റെ ഷെൽഫും ഞാൻ ഒരു വിധത്തിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് മേലെ അലമാരിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ റെഡിയായി. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്കിനി മേലെ റൂമിൽ കൊണ്ട് വയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേലെ റൂമിൽ അലമാരിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഈ കാണുന്ന ഷെൽഫ് നമ്മൾ മെയിനായിട്ട് ബെഡ്ഷീറ്റ്സൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ മേലെ കാണുന്നത് അമ്മയുടെ അച്ഛൻ്റെ റൂമിലത്തെ ബെഡ്ഷീറ്റ്സാണ്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ റൂമിലത്തെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്നും കൂടി നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ മെയിൻ ഷെൽഫുകൾ ഇവിടുത്തെ തീർന്നു. പിന്നെ താഴെ ഉള്ളത് ഷർട്ട്സാണ്. താഴെ പിന്നെ ഓൾറെഡി നമ്മൾ ഹാങ്ങർമയാണ് ഷർട്ട്സ് കൊളുത്തിട്ടേക്കണം. അപ്പോൾ അത് കാരണം അത് അടക്കി പറക്കാനൊന്നുമില്ല. പിന്നെ ഒരു ഷെൽഫും കൂടി ഉണ്ട് തൊട്ടടിയിൽ തന്നെ. അത് കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെയാണ് വെച്ചേക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അത് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ മെയിൻ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കിപ്പോൾ വൃത്തിയാക്കി എടുക്കുകയാണ്. പുറകിൽ കാണുന്ന ഷെൽഫ് ഞാൻ ഓൾറെഡി ഏതാണ്ട് ക്ലീൻ ആക്കിയതാണ്. കുറച്ച് അടക്കി പറക്കി വെച്ച് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കടയിൽ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. നമുക്കുള്ളത് ഈ ഷെൽഫാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, അതായത് വല്ലപ്പോഴും കറികൾ വിരുന്നുകാർ മാത്രം എടുക്കുന്ന പാത്രങ്ങൾ, വിശേഷങ്ങൾ വരുമ്പോൾ മാത്രം എടുക്കുന്ന പാത്രങ്ങൾ, വിളക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് കാര്യങ്ങളൊക്കെ അതൊക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ്, അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ കുറച്ച് അച്ഛൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതോടെ അടുക്കി പറക്കിയതാണ് അത്യാവശ്യമൊക്കെ. പിന്നെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഈ മരത്തിൻ്റെ ഷെൽഫൊക്കെ നിറച്ച് ചെതൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ആ ചെതലൊക്കെ ഒന്ന് എടുത്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. മെയിനായിട്ട് പറഞ്ഞ പാത്രങ്ങൾ മെയിനായിട്ട് നമ്മളെന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമാണ് അതൊക്കെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ധ്രുവക്കുട്ടിയുടെ ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള ഫോട്ടോസൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടന്മാരുടെ ഒക്കെ മാരേജ് കഴിഞ്ഞതിപ്പോൾ അവരുടെ ഫോട്ടോസാണ് ഉള്ളത്. അത് വലിയച്ഛന്മാരുടെ മക്കളുടെ ഫോട്ടോസ്, അവരുടെ മാരേജിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ അത് ചിലതൊക്കെ കാണാനില്ല പാത്രങ്ങൾ വെച്ചിട്ട് അതിൽ 4 പേരുടെയും 4 ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ സോപ്പുകൾ, സെല്ലോ ടേപ്പ്, അതായത് നമ്മൾ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു വിധത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഭരണിക്ക് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഭരണിക്ക് അരികളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ മെയിനൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പെലയുണ്ട്, അതായത് പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ ബന്ധത്തിൽ മരിച്ചത്. അപ്പോൾ അതങ്ങനെ വലിയ ആഘോഷമായിട്ട് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നമുക്ക് ആവുന്ന പോലെ നമ്മളൊന്ന് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സോപ്പൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒതുക്കൽ പകുതിയായിപ്പിക്കും ധ്രുവക്കുട്ടി മേലെന്ന് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നിന്ന് വന്നു കേട്ടോ. പിന്നെ അവളുള്ളപ്പോൾ ഇത് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിനൊരു വിധത്തിൽ അവളെ അവിടെ കളിക്കാൻ ഇരുത്തിയിട്ട് ഞാൻ വേഗം ചെയ്യണം കേട്ടോ. കാരണം അവൾ ഒന്നിനും സമ്മതിക്കില്ല. എൻ്റെ ഇടയിലൊക്കെ വരുന്ന നിറച്ച് പൊടിയാണ്. അപ്പോൾ അത് കാരണം പൊടിയുള്ള സ്ഥലത്തേക്ക് അവളെ വരുത്താനും പറ്റില്ല. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ കളിക്കാൻ കൊടുത്തിട്ട് ഇങ്ങനെ സ്പീഡിൽ വൃത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ അവിടെ മേലെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായി കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് കുറേ ടെഡി ബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേയൊക്കെ കെട്ടിപ്പൊട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചെണ്ണം പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഒരു ടെഡി ബെയറാണിത്. അപ്പോൾ അത് ഞാനൊരു ഷോ പീസ് പോലെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ആ ബ്ലൂ കാണുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ കണ്ടത്. ഒരു ഉരുളിയും കൂടി കയറ്റുണ്ടായിരുന്നു. അതൊരു
ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ ഉരുളിയാണ് കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും വെച്ചു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സ്, കുറേ ചാർജർ, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി അടുക്കി പറക്കിയിട്ട് ഇരിക്കണം. അപ്പോൾ കുറേ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഓൾറെഡി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ഒന്നും കൂടിയും ഒരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷെൽഫ് വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് പറമ്പിൽ അവിടെ കത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ചേച്ചീനെ വിളിച്ചിട്ടുണ്ട്. ചേച്ചി പുറത്തടിച്ച് കഴുകാനും മാറാലടിക്കാനൊക്കെ ഒരു ചേച്ചീനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഇതൊരു മേശ വലിപ്പമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് വല്ല പേപ്പേഴ്സ്, സാധനങ്ങൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് വരിയിടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇത് അച്ഛൻ്റെ ഒരു പഴയ മേശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലില്ലാത്ത സാധനങ്ങളില്ല, അപ്പോൾ ഒന്ന് അടുക്കി പറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻസ്, കുറേ കല്യാണക്കുറികൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഈ കല്യാണക്കുറി എൻ്റെയും ചേട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ഒരു കല്യാണക്കുറിയാണത്. ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരുന്നു കല്യാണക്കാട്. അപ്പോൾ അതാണത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി ആവശ്യമില്ലാത്ത കുറേ പേപ്പേഴ്സും നോട്ടീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അത് ഒതുക്കി കിട്ടാം. പിന്നെ ധ്രുവക്കുട്ടിയുടെ പണി എന്താ വെച്ചാൽ ഇതിൽ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടിടലും ഇതിന്നുള്ള സാധനങ്ങൾ പുറത്ത് വലിച്ചിടലും ധ്രുവക്കുട്ടിയുടെ മെയിൻ പണിയാണ്. പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ നെല്ലും സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഇതിൽ ചേട്ടൻ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ചെറിയലാണ് ധ്രുവക്കുട്ടിയുടെ മെയിൻ പരിപാടിയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു ഷെൽഫും കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെ ആവശ്യമില്ലാത്ത ഏതോ കാലത്തെ കുറേ പേര് കല്യാണ കാർഡുകളും നോട്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി അത്യാവശ്യമുള്ള കാര്യം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സാധനം, അതായത് ഇപ്പം നമ്മളെന്തെങ്കിലും എനിക്കിതുപോലെ പുറത്തിരിക്കുന്ന കാണുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ വന്നുകൊണ്ട് ഇടാറുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇവിടുന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ, ക്ലിപ്പ്, ഇത് ഓരോ എന്തൊക്കെയോ അതിലുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുറേ കീസൊക്കെ കിട്ടിയിട്ടത് പണ്ടത്തെയാണ്, പക്ഷേ എന്തെങ്കിലും ആവശ്യമുള്ളതാണെന്ന് വെച്ചിട്ട് അതും ഞാൻ അവിടെ വെച്ചു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഷെൽഫും ക്ലീനായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പണി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 ഷെൽഫും ഏകദേശം അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നോക്കുമ്പം അമ്മ പുറത്ത് ഒരു ചേച്ചിൻ്റെ പറഞ്ഞില്ല, അവർ വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് ടൈലിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻസൊക്കെ വരുമ്പോൾ അടിച്ച് വൃത്തിയാക്കാറുണ്ട്. പണ്ട് ഞങ്ങൾ തന്നെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ചേച്ചിനെ ഞങ്ങൾ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് വീടിൻ്റെ മുന്നിലുള്ള ഹാളിലെ നമ്മുടെ ഷോക്കേസാണ്. അപ്പോൾ അതും കൂടി അത് അവിടെ അടുക്കി പറക്കിയിരിക്കണം. അപ്പോൾ അത് പൊടിയൊക്കെ ഒന്ന് തട്ടി വെച്ചു മാത്രമേ ഞാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഭരണിയിൽ മറ്റു വിശേഷമൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണും. അതുവരേക്കും ബൈ.